കാറിടിച്ച് ഐവനെ കൊലപ്പെടുത്തിയ സംഭവം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാർക്കും മറക്കാൻ കഴിയില്ല. ഇന്നലെ മുഴുവൻ ഞാൻ രാത്രിയിൽ ആലോചിച്ച കാര്യം ഐവിൻ്റെ അമ്മ പറഞ്ഞ ഒരു കാര്യമാണ്. അവനെ കൊല്ലാതെ നിങ്ങൾ കൈകാലുകൾ തല്ലി ഒടിച്ചുകൂടായിരുന്നോ എന്നാണ് ഈ നരാധമന്മാരോട് ഈ അമ്മ ചോദിച്ച ചോദ്യം. ആ ചോദ്യം കേരളത്തിൻ്റെ മനസാക്ഷിയിൽ മുഴങ്ങുകയാണ്. ചെറിയൊരു തർക്കം, വണ്ടി കൊണ്ട് ഉരച്ചെന്നോ അതുപോലെ സൈഡ് കൊടുത്തില്ലെന്നോ എന്നൊക്കെ പറഞ്ഞ് ചെറിയ തർക്കങ്ങളാണ് ഏറ്റവും അവസാനം ഒരു ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിൽ, അതും CSI പോലുള്ള വളരെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥന്മാർ ചെയ്തു വെച്ചത്. നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന CSI ജവാന്മാരാണ് ഈ നീചകർമ്മം ചെയ്തത്. നമ്മൾ ഈ അമ്മയുടെ ചോദ്യം അല്ലാതെ നമ്മളെ അലട്ടി ഈ ചോദ്യം പോലെയായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ഡോക്ടർ വന്ദന യഥാർത്ഥ ജനങ്ങൾ നോക്കി നിൽക്കെ 19 തവണ കത്തിക്കുത്തേറ്റ സമയത്ത് വന്ദനയുടെ അച്ഛൻ ചോദിച്ചൊരു ചോദ്യം, ആർക്കെങ്കിലും ഒരു കസേരയെടുത്ത് ഇയാളുടെ തലയ്ക്ക് അടിക്കാമായിരുന്നില്ലേ? ഈ 2 ചോദ്യങ്ങളും കേരള മനസാക്ഷിയിൽ പിന്നെയും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലം മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഈ അമ്മയുടെയും അച്ഛൻ്റെയും നിലവിളികൾ ഇല്ലാതാകില്ല. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വിശദമായി കടക്കേണ്ടതുണ്ട്. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ CSF ഉദ്യോഗസ്ഥൻ്റെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നു. ഐവിൻ കാറിന് മുന്നിൽ കയറി നിന്നും വീഡിയോ പകർത്താൻ ശ്രമിച്ചുവെന്നും അതാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നുമാണ് 2ാം പ്രതി മോഹൻ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. ഐവിൻ ജിജോയെ മർദ്ദിച്ചെന്നും നാട്ടുകാർ എത്തുമെന്ന് കരുതി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും മോഹൻ ഇന്നലെ പോലീസിനോട് പറഞ്ഞു. കൊല്ലപ്പെട്ട ഐവിൻ്റെ സംസ്കാരം ഇന്ന് നടക്കുമെന്ന്. ഉച്ചയ്ക്ക് 2:30 മണിക്ക് തുറവൂർ സെൻറ് അഗസ്റ്റിൻ പള്ളിയിലാണ് സംസ്കാരം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഒരു നാട് മുഴുവൻ വിലപിച്ചും വേദനിച്ചും നിൽക്കുന്ന സമയമാണിപ്പോൾ. ഇന്ന് അയാളുടെ സംസ്കാരം നടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന വർഗത്തെ കുറച്ചുകൂടി പരിശീലന വിധേയമാക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ സംഭവം നമ്മൾ വിളിച്ചു പറയുന്നത്. ഗുഡ് മോർണിംഗ്. എല്ലാ പരിശീലനങ്ങളും പ്രത്യേകിച്ച് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു പ്രകോപനവുമില്ലാതെ പൊതുജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന പരിശീലനമൊക്കെ എടുത്തു വരുന്ന 2 CSF ഉദ്യോഗസ്ഥരാണ് ഈ കൊടും ക്രൂരകൃത്യം ചെയ്തത്. ആദ്യം ഇതൊരു അപകടമാണെന്ന് കരുതിയെങ്കിൽ അത് അങ്ങനെയല്ല. പിന്നീട് CCTV ഒക്കെ പരിശോധിച്ച ഘട്ടത്തിലാണ് ഏകദേശം 1 കിലോമീറ്ററോളം ഐവിനെ ആ വാഹനത്തിൽ ബോണറ്റിൽ ഇടിച്ചിട്ട് അവർ യാത്ര ചെയ്തത് എന്ന് പിന്നീട് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. SI ആയ വിനയ് കുമാറും അതോടൊപ്പം കോൺസ്റ്റബിൾ മോഹനും. മോഹന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഐവിനെ മർദ്ദിച്ചിട്ടുണ്ട്, ഈ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിൽ കലാശിച്ചത്, ഐവിൻ വീഡിയോ എടുത്തതും പ്രകോപനത്തിന് കാരണമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മോഹൻ പറഞ്ഞത്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ ബോണറ്റിൽ ഈ യുവാവ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് 2 പേർക്കും ആ വാഹനമൊന്നും നിർത്താൻ തോന്നിയില്ല എന്ന് പറയുകയായിരുന്നു. അതായത് 1 കിലോമീറ്ററോളം ഓടിച്ചു പോകുന്ന ഘട്ടത്തിൽ ഒരിടത്തും തോന്നിയില്ല. ഏറ്റവും അവസാനം ഐവിൻ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് ഐവിനെ ഇവർ ബ്രേക്ക് ചവിട്ടി നിലത്തേക്ക് വീഴുന്നത്. അവിടെ വെച്ച് തന്നെ ഇവർ 2 പേരിൽ ഒരാളെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇന്ന് 2 മണിയോടുകൂടിയാണ് ഐവിന്റെ സംസ്കാരം സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ഈ കാണുന്ന ഐവിന്റെ വീട്ടിലാണ് ഉള്ളത്. ഐവിൻ പൊതുവെ ആളുകളോടെല്ലാം വളരെ മാന്യമായും വളരെ ശാന്ത സ്വഭാവത്തിൽ പെരുമാറുന്ന ഒരാളാണ്. ഒരു പ്രശ്നത്തിന് പോകാത്ത ആളാണ്. പക്ഷേ ഈ CISF ഉദ്യോഗസ്ഥരുടെ പ്രകോപനം, അതായത് അവർ തന്നെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് അവർ തന്നെ അനാവശ്യമായി പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഐവിൻ അത് ചോദ്യം ചെയ്തത്. പക്ഷെ അത് ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഈ കുടുംബവും അതോടൊപ്പം നാടുമൊക്കെ വലിയ സങ്കടത്തിലാണ്. ഇന്നലെ തന്നെ ആ അമ്മയുടെ പ്രതികരണം വന്നിരുന്നു. അതായത് പട്ടി കുറുകെ ചാടുമെന്ന് കരുതികൊണ്ടാണ് ബൈക്ക് കൊടുത്തുവിടാതെ കാറ് കൊടുത്തുവിട്ടത്. പക്ഷെ അത് ഇങ്ങനെ ഒരു ദുരന്തമായി മാറുമെന്ന് കരുതിയിരുന്നില്ല. അവരെന്തിനാണ് തന്റെ മകനെ ഇത്തരത്തിൽ ഉപദ്രവിച്ചത്? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ കൈയും കാലും ഒടിച്ചാണെങ്കിൽ പോലും തനിക്ക് തന്നാൽ പോരായിരുന്നു, എന്തിനാണ് എന്റെ മകന്റെ ജീവൻ എടുത്തതെന്ന് ആ അമ്മ ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി പറയാൻ ആർക്കും ഇല്ല. അത്രയും സങ്കടത്തിലാണ് ഈ നാടും അതോടൊപ്പം തന്നെ ഐവിന്റെ കുടുംബവും എല്ലാവരും ഉള്ളത്. ഐവിന്റെ പിതാവ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഈ കേസ് അന്വേഷണവുമായി അവർ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. നീതി ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. നാട്ടുകാരും സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് CISFന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുണ്ട്. CISF ഉദ്യോഗസ്ഥരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. അവർക്കെതിരെ അന്വേഷണം അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ 2 ദിവസത്തിനകം തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള സാധ്യതയും
നിലവിൽ കാണുന്നുണ്ട്. അത് ഇന്ന് എസ് പിയുമായി ബന്ധപ്പെട്ടൊരു യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും അത്തരം തീരുമാനത്തിലേക്ക് പോകുക. പഞ്ചായത്തും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചാൽ മുഖ്യമന്ത്രിക്കടക്കം നേരിട്ട് പരാതി നൽകി അന്വേഷണം ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുമെന്നാണ്. പക്ഷേ നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇത്തരത്തിൽ പരാതികളൊന്നുമില്ല. പൂർണ്ണ തൃപ്തിയിലാണ്. രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ ഇന്നുണ്ടാവും. മോഹനെയായിരിക്കും ഇന്ന് കോടതിയിൽ ഹാജരാക്കുക. ഒന്നാം പ്രതി വിനയ്കുമാർ ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതിദാരുണമായ കൊടും ക്രൂരമായ സംഭവമാണ് ഈ നെടുമ്പ്ര കാലടി റോഡിൽ ഉണ്ടായിരുന്നത്. അതായത് 1 കിലോമീറ്റർ ഓളം ഈ യുവാവിനെ കാറിലിരുത്തി കൊണ്ടുപോകുന്നു. കേവലം അതായത് വെറും ഒരു വാഹനം തട്ടിയെന്ന് പോലും പറയാൻ പറ്റില്ല, വാഹനം ഉരസിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പെട്ടെന്നുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആ കുടുംബം കടുത്ത നിരാശയിലും കടുത്ത പ്രതിഷേധത്തിലും സങ്കടത്തിലുമൊക്കെയാണ്. SKN അവർക്ക് നീതി ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ ഉത്തരവാദിത്വം കൂടിയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.